ഇന്നെങ്കിലും ഈ ഡോറ് ശരിയാവോ അച്ഛാ? നമുക്ക് ഈ ഡോറ് ശരിയാക്കാൻ അറിയാവുന്ന ആരെങ്കിലും വെച്ച് ചെയ്യിച്ചാ പോരെ? അതിനർത്ഥം അച്ഛന് പണി അറിഞ്ഞുകൂടാന്ന്. എടാ, ഈ വീട്ടിലെ സകലമായ പണി ചെയ്യണത് ഞാനല്ലേ. അതിന്റെ ഗുണം നല്ലതുപോലെ കാണാനുണ്ട്. എന്ത് കുഴപ്പം? ഞാൻ ബാത്റൂമിലെ ടൈൽസ് വൃത്തിയായിട്ടല്ലേ ഞാനിരുന്നത്. എന്തൊരു കുഴപ്പം? ബാത്റൂമിലെ ടൈൽസ്, ക്ലോസറ്റിന്റെ കുഴി അടക്കം ടൈൽസ് ഇട്ട് മൂടി വെച്ചേക്കണം. അതെന്തിനി? അത് ഞാൻ ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അതിന് ഞാൻ ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് ഒരു കുഴി തുളയിട്ട് വെച്ചിട്ടുണ്ടല്ലേ, അതേപോലെ വാഷ് ബേസിലെ പൈപ്പിൽ ചെറിയൊരു ലീക്ക് മാറ്റാൻ പോയ അച്ഛൻ ഈ വീട്ടിലെ സകലമായ പൈപ്പും കുത്തി തോണ്ടി വെച്ചേക്കണം. എന്നിട്ട് ലീക്ക് മാറിയാ? ഇല്ല. എടാ, പിന്നെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്ത്? നമ്മുടെ വീടിന് വാഷ് ബേസിന്റെ ആവശ്യമില്ല. വാഷ് ബേസിൻ ഇല്ലാത്ത വീടാ? ഓ, പൊളിച്ചളായ നമുക്ക്. നീ പോയ ടൈലൊട്ടിക്കണ പശ എടുത്തോണ്ട് വന്നാണ്. ഡോറൊന്ന് ഒട്ടിക്കണം. അതിനെന്തിന് ടൈലൊട്ടിക്കണ പശ? എടാ, നട്ടും ബോൾട്ട് കെട്ട് സ്ക്രൂ ചെയ്ത് വെച്ചാലേ തുരുമ്പൊടിച്ച് ഇളവിപ്പോവും. പശ ആവുമ്പോ അങ്ങനെ ഒട്ടി തന്നെ ഇരിക്കും. ഡോറ് തുറക്കാൻ പറ്റുന്ന സംശയമുള്ളൂ. അപ്പൊ ഇന്നു മുതൽ വീട്ടിൽ കയറാൻ പിൻവശത്തെ വാതിൽ ഉപയോഗിച്ച് തുടങ്ങല്ലേ? ഡേയ്, നീ എന്നെ ചുമ്മായിട്ട് ആട്ടാതെ പോയി പശ എടുത്തോണ്ട് വന്നാണ്. എന്തോരം കഴിവുകളാണ് എനിക്ക്. ഗ്രഹനാഥൻ, ഗായകൻ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, കൊത്തപ്പണിക്കാരൻ. എന്നെ ഓർത്ത് എനിക്ക് തന്നെ അഭിമാനം കൊള്ളുന്നു. അഭിമാനം കൊള്ളാൻ വരട്ട്. എന്താ അച്ഛൻ മേളിലത്തെ റൂമിൽ കിടന്ന ഫാനിൽ പണിഞ്ഞായിരുന്നാ? ഓ, ചെറുതായിട്ട് പണിഞ്ഞ്. ഞാൻ നോക്കിയപ്പോഴേ ആ ഫാനിൽ 4-ന്റെ 5-ന്റെ സ്പീഡ് ഇടുന്നപ്പോ 1-ന്റെ സ്പീഡേ കിട്ടണുള്ളൂ. അങ്ങനെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ശരിയായില്ലേ? ശരിയായി. സ്വിച്ച് ഓൺ ആക്കുമ്പോഴേ ഫാൻ കറങ്ങണില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ല. നീ അതിന്റെ CPU എങ്ങാനും. എന്നാലും അതെങ്ങനെ? അതെ, ഞാൻ മോട്ടർ നേരത്തെ ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കിയതാണ്. ഇപ്പൊ നോക്കിയപ്പോ വീണ്ടും താനേ ഓൺ ആയിരിക്കണം. ഇപ്പൊ പിടികെട്ടി. മക്കളെ, നിനക്ക് ഫാൻ ഓൺ ആക്കണമെങ്കിലേ താഴെ വന്ന് മോട്ടറിന്റെ സ്വിച്ച് ഓൺ ആക്കിയാൽ മതി. മോട്ടർ നിർത്താനാ? മേളിൽ പോയി ഫാനിന്റെ സ്വിച്ച് ഓഫ് ആക്കിയാൽ മതി. നിങ്ങൾ എന്തൊരു മനുഷ്യ കാട്ടി കൂട്ടി വെച്ചിരിക്കണ. ഇത് വലിയ കൺഫ്യൂഷൻ അടിക്കുന്ന സാധനമൊന്നുമല്ല. ഒരു എക്സ്റ്റൻഷൻ ബോക്സ് സെറ്റ് ചെയ്താൽ മതി. 10 മീറ്റർ വയറും ഒരു ബോക്സ് വാങ്ങിച്ചാൽ മതി. ഞാൻ ഉണ്ടാക്കി തരാം. എല്ലാം ഇവിടെ വലിച്ച് മുകളിലോട്ട് ഏറ്റാൽ മതി. അച്ഛാ, അല്ലെങ്കിൽ പിന്നെ അമ്മ മോട്ടർ ഇടുമ്പം നീ ഫാൻ കൊണ്ടാ മതി. തിരിച്ചു ആവാം. നീ ഫാൻ ഇടുമ്പം അവർക്ക് മോട്ടർ ആവാം. ഒരു മോശം അണ്ടർസ്റ്റാൻഡിങ്. നീ എന്താ ആട്ടിയ മാവുമായിട്ട്? ഇത് ആട്ടിയ മാവല്ല, ടൈലൊട്ടിക്കണ പശ. ഡോറിൽ ടൈലിന്റെ പശ. മേസ്തിരി, ഓ, ഈ ഡോറിന്റെ ലോക്കെ പിടിച്ച് തുറക്കണത് എങ്ങനെയാണ്? അത് ഇങ്ങനെയല്ലേ? ആ, എന്നിട്ട് മേസ്തിരി എങ്ങനെയാ ലോക്ക് വെച്ചിരിക്കണമെന്ന് നോക്കാവോ? ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്. ഈ ടെക്നോളജിയുടെ പേര് ആന്റി തെഫ്റ്റ് ടെക്നോളജി. അതായത് കള്ളന്മാർ നമ്മുടെ വീട്ടിൽ കയറി മോഷ്ടിക്കാൻ വരുമ്പോൾ ഡോറ് തുറക്കുമ്പോൾ ഇങ്ങനെയല്ലേ പിടിക്കൂ. അവന്മാർ ചമ്മിപ്പോവും. പക്ഷെ ഡോറ് തുറക്കണമെങ്കിൽ ഇങ്ങനെ ആക്കണം. നിങ്ങൾ ആ തല തിരിഞ്ഞ് എന്തിനാണ് ആ പൂട്ടും കൂടെ തല തിരിച്ചു വെച്ചിരിക്കുന്നത്? നീയല്ലേ ജലജ എപ്പോഴും പറയണത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവണം. അതുകൊണ്ട് ഇനി തൊട്ട് ഡോർ തുറക്കുമ്പോൾ തലകുത്തി നിന്ന് തുറന്നാ മതി. അച്ഛനെന്ന് പറഞ്ഞാൽ ഗ്രഹനാഥനാണ്, അല്ലാതെ ഗ്രഹത്തിലെ സാധനങ്ങൾ നശിപ്പിക്കുന്ന ഗ്രഹ അന്തകനല്ല. കയ്യാളായിട്ട് എന്റെ കൂടെ നിന്നിട്ട് എല്ലാ പണിയും പഠിച്ചെടുത്തിട്ട് എന്നെ തന്നെ പറയണ. ഗുരുവിനെ നിന്ദിക്കണടാ പട്ടി. നല്ല കയ്യാള്. അമ്മ ഈ പോക്കാണ് പോണെങ്കിൽ താമസിയാതെ അച്ഛൻ ഈ വീട് പണിഞ്ഞ് പൊളിച്ചിടും. പൊളിയിട്ട് മക്കളെ, 4-5 താവുകെട്ട് വെച്ചേ ഞാൻ ഒരു ബംഗ്ലാവ് തന്നെ പണിയൂല. അതിന് പകരം പണിയോന്ന് പറഞ്ഞാൽ നിങ്ങൾ അച്ഛൻ പണിയും കേട്ടാ. എന്തൊരു ബംഗ്ലാവാ? അല്ല, നമ്മളാ. എന്തായാലും 2 ടാർപ്പ വാങ്ങിച്ചു വെച്ചേക്കാം. അത് വിരിച്ചെങ്കിലും കിടക്കല്ല. കഴിവുള്ളവർക്ക് അല്ലെങ്കിൽ പണ്ട് ഇവിടെ അംഗീകാരം ഇല്ല. ഈ ഗ്രില്ല് തുറക്കാൻ പറ്റില്ലല്ലേ ചേച്ചി? അതിനി തുറക്കാൻ പറ്റുമെന്ന് തോന്നല്ല സന്ദരി. ഗ്രില്ലിന്റെ ഒരു ചെറിയ ഭാഗം പൊളിഞ്ഞിരിക്കണം. ഞാൻ രഘുചേട്ടൻ്റെ പറഞ്ഞു. പുള്ളിക്കാരൻ മൊത്തത്തിന് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ അങ്ങനെ പുറത്തിറങ്ങും? ഫ്രണ്ട് ഡോർ വഴിയാ? ഫ്രണ്ട് ഡോർ വഴി പുറത്തിറങ്ങണമെന്ന് എനിക്കുണ്ട്. പക്ഷെ അവിടെ രഘുചേട്ടൻ ടൈൽസിന്റെ പശ വെച്ച് ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. ഇനിയിപ്പോ ഹാളിലെ ജനല് പുള്ളിക്കാരൻ ഉടനെ തന്നെ പൊളിക്കുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ നടക്കുമായിരിക്കും. ഈ രഘുചേട്ടന് വയ്യേ ഉത്തരയില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ് സന്ദരി? ഞാൻ ഇപ്പൊ എങ്ങനെ ഇനി അകത്ത് കയറും? ഇനിയിപ്പോ നീ ഒരു കാര്യം ചെയ്യ്. സൈഡിലെ ഒരു ഏണി വെച്ചിട്ടുണ്ട്, അത് വെച്ച് മുകളിലത്തെ നിലയെ കയറ്. എന്നിട്ട് ആ ഡോർ വഴി കയറാൻ പറ്റൂല. അതെന്ത്? മേലത്തെ ഡോർ പണിഞ്ഞ് കോൺക്രീറ്റ് ഇട്ട് അങ്ങ് മൂടി. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം അകത്ത് കയറാൻ വേണ്ടി? നീ ഇനിയിപ്പം പോയിട്ട് നാളെ മറ്റന്നാളെ വാ. ഞാൻ പറ്റുമെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഹോളാന്തരം ഇട്ട് വെക്കാം. നിനക്കാവുമ്പോ പെരിച്ചാഴി കാരണം പോലെ ഊന്ന് വരാല്ലേ അകത്തോട്ട്. എന്നാ പിന്നെ ഞാൻ പോണേ ചേച്ചി.
എന്റെ വീട്ടിലെ എസ്കലേറ്റർ പണിയാൻ നാളെ വരുമെന്ന് പറഞ്ഞായിരുന്നു. അയ്യോ, എസ്കലേറ്ററിന്റെ കാര്യമൊന്നും അങ്ങനെ അടുത്ത് പോയി പറയല്ലേ. ഒരു ഡ്രില്ലിംഗ് മെഷീനും കൊണ്ട് ഇറങ്ങാൻ സ്റ്റെപ്പ് പൊളിക്കാനായിട്ട്. ഞാൻ പറയില്ല. ഓ, നിനക്ക് 100 കോടി പുണ്യം കിട്ടും. 100 കോടി വേണ്ട, 100,000 പുണ്യം കിട്ടും. ചെറിയ വളവുണ്ട്. ഇനി അതും കൂടെ വലിച്ചൂരാനുള്ള തത്രപ്പാടിയിലായിരിക്കും. അതങ്ങനെ മനസ്സിലായടാ? എന്നാ പിന്നെ അത് വലിച്ചു പൊളിക്കാൻ നിൽക്കണ്ട. ഈ വീട് മൊത്തത്തിൽ ശരിയാക്കാനേ ഞങ്ങൾ ഒരു ആൾറൗണ്ടർ മേസ്ത്രിയെ വിളിച്ചിട്ടുണ്ട്. എടാ, ഞാൻ ഇവിടെ പയറ് പോലെ നിൽക്കുമ്പോ എന്തിനാ പുറത്തുനിന്ന് വേറൊരുത്തനെ കൊണ്ടുവന്നത്? അതിനെ തരം താഴ്ത്തി കാണിക്കുള്ള പരിപാടിയല്ലേ? താഴ്ത്ത മാത്രല്ലേ ചെയ്യാനുള്ള, താഴ്ത്തി പാതാളത്തിലൂടെ അടിച്ച് കയറ്റണം, പിന്നെ പൊങ്ങി വരരുത്. ജലജ, നീയും എന്റെ വീട് പണിത് നശിപ്പിച്ച് വെച്ചിരിക്കണം. ഇനിയെങ്കിലും ഇത് ശരിയാക്കിയില്ലെങ്കിൽ എന്റെ മക്കളും ഞാനും കൂടെ കുടിൽ കെട്ടി താമസിക്കേണ്ടി വരും. ആ കുടിൽ ഞാൻ പണിത് തരാം. 4 തൂണും 10 വക്കീലിന്റെ കാര്യമേ ഉള്ളൂ. നിങ്ങൾ നാളെ തന്നെ മേസ്ത്രിക്ക് വരാൻ പറയണം കേട്ടാ. ഓ അമ്മ, തീർന്നച്ചാ. അച്ഛന്റെ പണി ഇന്നത്തോടെ ഇവിടെ തീർന്നു. എന്റെ വില മനസ്സിലാവുന്ന ഒരു സമയം വരും. വാച്ചു കൊടുത്തില്ല സമയം നോക്കാൻ. മേസ്ത്രി, ഈ വീടിന്റെ ഫുൾ പണി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ടച്ചപ്പ് ചെയ്യാൻ വേണ്ടിയാണ് മേസ്ത്രിയെ വിളിച്ച് വരുത്തിയത്. എന്നാ പിന്നെ ടച്ചപ്പും കൂടെ നിങ്ങൾക്ക് അങ്ങ് ചെയ്താൽ പോരായിരുന്നാ? മേസ്ത്രി നടക്കൂ, നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. വിടില്ല ഞാൻ. ഈ വീടിന് പെയിന്റ് ആരാ അടിച്ചത്? ഞാൻ തന്നെ. കൊള്ളാം. മറ്റുള്ള വീട്ടുകാർക്ക് ഇനി പെയിന്റ് അടിക്കാൻ കാറ്റലോഗിന്റെ ആവശ്യമില്ല. ഈ വീട് കാണിച്ചു കൊടുത്താൽ മതി, എല്ലാ കളറും ഉണ്ട്. പറഞ്ഞ പോലെ ശരിയും തന്നെയല്ലേ? അത് പിന്നെ അന്ന് പെയിന്റ് കൊള്ളൂലായിരുന്നു. എനിക്ക് ഈ വീടൊന്ന് റീപെയിന്റ് അടിച്ചാൽ കൊള്ളാന്നുണ്ട്. ഏത് പെയിന്റ് കൊള്ളാം? അതിന് നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല. ദാ ഡോക്ടർ ഫിക്സിറ്റിന്റെ റെയിൻകോട്ട് സ്റ്റാർ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇത് പെയിന്റ് മാത്രമല്ല, സുപ്പീരിയർ വാട്ടർ പ്രൂഫിംഗ് കൂടിയാണ്. ആ, ഈ പെയിന്റർമാരെ ഇതിൽ കൂടുതൽ വെള്ളം ചേർത്തടിച്ച് അതിന്റെ ക്വാളിറ്റി കുറയൂലേ? ക്വാളിറ്റി നീല പെയിന്റ് തീർന്നപ്പോ ഉജാലമുക്കി അടിച്ച ആളാണ് ഇതൊക്കെ പറയണ. ചോപ്പ് തീർന്നാ മുളകൊടി മുക്കി അടിച്ചേക്കണം. അത് പേടിക്കണ്ട. ഇത് വാങ്ങുമ്പോൾ തന്നെ വെള്ളത്തിന്റെ റേഷ്യോ കറക്റ്റ് ആയിട്ട് പ്രീമിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. കൂടാതെ പെയിന്റിനും വാട്ടർ പ്രൂഫിനും 10 വർഷത്തെ വാറന്റി നൽകുന്നുണ്ട്. വേറൊരു ബ്രാൻഡും അത് നൽകുന്നില്ല. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നല്ല ഇടിവെട്ടി മഴ പെയ്യാറുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മുടെ ഈ ഡോക്ടർ ഫിക്സിറ്റിന്റെ റെയിൻകോട്ട് സ്റ്റാർ നമുക്ക് പ്രൊട്ടക്ഷൻ തരും. മഴയത്ത് കുടയും പിടിച്ചുകൊണ്ട് പുറത്ത് പെയിന്റ് അടിച്ച് അച്ഛൻ തന്നെയാണ് ഇതൊക്കെ ചോദിക്കണം മേസ്ത്രിയുടെ അടുത്ത്. ഉറപ്പായും ഇത് 100% വാട്ടർ പ്രൂഫുമാണ്. സുപ്പീരിയർ എക്സ്റ്റീരിയർ വാൾ കോട്ടിംഗ് ആയിട്ട് വർക്കും ചെയ്യും. ഇത് 2-in-1 സൊല്യൂഷൻ ആണ്. ഹൈഷീൻ ഫിനിഷും വാട്ടർ പ്രൂഫിംഗും ഒരുമിച്ച് നൽകുന്നു. മറ്റുള്ള പെയിന്റിങ്ങിനെ അപേക്ഷിച്ച് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ പെയിന്റിംഗ് വർക്ക് 33% സ്പീഡിൽ ഫിനിഷ് ആവും. അടിപൊളി സാധനം. പിന്നെ ഒരു കാര്യം, ഡ്രമ്മിൽ അധിക വെള്ളം ചേർക്കരുത്. എന്നാൽ മാത്രമേ നമുക്ക് 200% പ്രൊട്ടക്ഷൻ കിട്ടൂ. അതങ്ങോട്ട് എനിക്കങ്ങ് മനസ്സിലായില്ല. ഞാനൊരു ചെറിയ പരീക്ഷണത്തിലൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാം. വരൂ. ഞാനിവിടെ പണിക്ക് വന്നതാ അതാ ശാസ്ത്രമേളയ്ക്ക് വന്നതാ. ഒരു കാർഡ്ബോർഡിൽ നമുക്ക് നോർമൽ പെയിന്റും ഒരു കാർഡ്ബോർഡിൽ നമുക്ക് ഡോക്ടർ ഫിക്സിറ്റിന്റെ റെയിൻകോട്ട് സ്റ്റാറും അടിച്ചു നോക്കാം. ആദ്യം നമുക്ക് ഡോക്ടർ ഫിക്സിറ്റിന്റെ പ്രൈമോ വൈറ്റ് അടിക്കാം. ഇതിൽ 50% വെള്ളം ചേർക്കണം. ഇതിന് ശേഷം നമുക്ക് 2 കോട്ട് റെയിൻകോട്ട് സ്റ്റാർ അപ്ലൈ ചെയ്യാം. ഇത് ഉണങ്ങിയതിന് ശേഷം രണ്ടാമത്തെ കോട്ട് അടിക്കാം. അത് നോർമൽ പെയിന്റും ഇത് ഡോക്ടർ ഫിക്സിറ്റിന്റെ റെയിൻകോട്ട് സ്റ്റാർ. ഇത് നമുക്ക് വെള്ളമൊഴിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? കണ്ടോ, ഇത് മറ്റുള്ള പെയിന്റുകളെ പോലെയല്ല. ഡോക്ടർ ഫിക്സിറ്റ് റെയിൻകോട്ട് സ്റ്റാർ ഹൈഡ്രോഫോബിക് ആണ്. നൈസ് സാധനം. ഞാൻ ഇംപ്രസ്ഡ് ആയി. ഞാൻ പറഞ്ഞില്ലേ, ലീക്കേജും ഇല്ല, ടെൻഷനും വേണ്ട. 10 വർഷത്തേക്ക് ഷൈനിങ് പ്രൊട്ടക്ഷനും. എന്തായാലും എന്റെ വീട്ടിലേക്ക് ഞാൻ ഡോക്ടർ ഫിക്സിറ്റ് റെയിൻകോട്ട് സ്റ്റാറെ അടിക്കണോളൂ. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പൊ മേസ്ത്രി, പണി നമുക്ക് എന്ന് തുടങ്ങാം? പണി നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് തുടങ്ങാം. ഇപ്പോഴാ? അപ്പൊ അതിന് പണിക്കാരൊന്നും ഇല്ലല്ലോ, മേസ്ത്രി ഒറ്റയ്ക്കല്ലേ? ഞാൻ പണിയുന്ന വീടുകളിൽ കയ്യാളുകളെ വെക്കാറില്ല. ഒറ്റയ്ക്ക് തന്നെയാണ് പണിയാറുള്ളത്. ഒറ്റയ്ക്കാ? ആ, നമ്മളാള് തന്നെ. ഓ, 6 നിലയുള്ള വീട് ഒറ്റയ്ക്ക് ഞാൻ. പണി എന്ന് തുടങ്ങിയ? പണി വന്നിട്ട് ഒരു 2015 തുടങ്ങിയത്. മെനിഞ്ഞാന്നായിരുന്നു വീടിന്റെ പാലുകാച്ച്. നിങ്ങളെ വീട് അത്ര സമയമൊന്നും വേണ്ടി വരില്ല. ഏറിപ്പോയ ഒരു 2 മാസം. വീടിന്റെ പകുതി പണിയും തീർത്ത് നിങ്ങളെ കയ്യിൽ അങ്ങോട്ട് തരും. ഏത്? ബാക്കി നമ്മൾ പണിയണമായിരിക്കും അല്ലേ? ചെയ്താൽ കൊള്ളാം. അല്ലെങ്കിൽ ഞാനൊരു 10 മാസം കൊണ്ട് തീർത്തു തരാം. ഹാപ്പി ഹാപ്പി ഹാപ്പി.
പിന്നെ ഡെയിലി ഒരു 5,000 5000 രൂപയാണ് എൻ്റെ പണിക്കൂലി. അപ്പൊ ഞാൻ പോയി സാധനങ്ങൾ എടുത്തിട്ട് വരാം. ഡബിൾ ഹാപ്പി. എടേ ഇവൻ എവിടെ നിന്ന് കിട്ടിയ? അമ്മേരെ ആങ്ങള, നമ്മളെ മാമൻ പറഞ്ഞു വിട്ട ആളാണത്. ആ അങ്ങനെ വരൂ. അവന്റെ പേരെന്തോന്ന്? കാംചോർ ബാബു. കാമിച്ചോ, കള്ളപ്പണി ബാബു. അതിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്നല്ലേ? ഓഹോ, വലിച്ചോ നീട്ടി വലിച്ചോ. എന്റെ ടൈമായി. ബാബു ആദ്യം നമുക്ക് ഈ പൈപ്പ് ഒന്ന് ശരിയാക്കണം. പോച്ചേ നീ എന്താ ഫോൺ എടുത്താ? യൂട്യൂബിൽ നോക്കിയേ പൈപ്പ് എങ്ങനെയാണ് ശരിയാക്കണേ നോക്കട്ടെ. അപ്പൊ നിനക്ക് പൈപ്പ് ശരിയാക്കാൻ അറിഞ്ഞൂടെ? അറിയായിരുന്നു, ടച്ച് വിട്ടുപോയി. പിന്നെ ചേച്ചി നെറ്റില്ല, ഹോട്ട്സ്പോട്ട് ഒന്ന് ഓണാക്കി തരോ? ആ നെറ്റ് കിട്ടി. ചേച്ചി എനിക്ക് ചായ ഒന്നും വേണ്ട കേട്ടാ, വെറുതെ കിടന്നുണ്ടാകണ്ട. ഹോ, ആദ്യമായിട്ടാണ് ഒരു പണിക്കാരൻ ചായ വേണ്ടെന്ന് പറയണത്. ആ സമയത്ത് കൂടി ജോലി എടുക്കാനായിരിക്കും എന്നെ. ചായ വേണ്ടെന്നേ പറഞ്ഞോളൂ. ഒരു ബദാം മിൽക്കും 10 കടി. 10 കടിയാ? 10 കടി വേണ്ട, 9 കടി. പിന്നെ രാത്രി എനിക്ക് പണിയുണ്ടെങ്കിൽ 2 ഫുൾ ഷെവായി. 1 പാഴ്സലേ, വീട്ടിലത്തേക്കാണ്. പാഴ്സലാ? അതിന് നീ വീട്ടിൽ ഒറ്റയ്ക്കില്ലേ താമസം? വീട്ടിലാരും ഇല്ല, വീട്ടിൽ പോയിട്ട് എനിക്ക് തന്നെ കഴിക്കാനാണ്. എന്താ ബാബുവേ? ഓച്ച് ഈ ഫാൻ എന്താ കറങ്ങാത്ത? അത് എന്റെ അടുത്ത് വെച്ചാൽ എനിക്ക് എങ്ങനെ അറിയാം? പിന്നെ ഞാൻ ഫാൻ്റെ അടുത്ത് ചോദിക്കാം. എന്താ ഫാനെ കറങ്ങാത്ത? ഇത് ഇപ്പൊ കറങ്ങില്ലേ? വട്ടല്ലേ ഇരിക്കും. ഇതെന്തൊരു ചൂടത്. ഫാനും കറങ്ങല്ല. എടാ നിനക്ക് ഇവിടെ ഒരു AC വാങ്ങിച്ചു വെച്ചൂടെ എന്നാ? എങ്കിൽ പിന്നെ ഫാൻ്റെ ആവശ്യം ഉണ്ടായിരുന്നാ? നീ പോയി ടേബിൾ ഫാൻ എടുത്തിട്ട് വാ. ഓ, ആ ഇപ്പൊ നല്ല കാറ്റില്ലേ? പിന്നെ എന്തിനാണ് ഈ ഫാന്? ഇത് ഉപയോഗിച്ചാ പോരെ? മതില് പൂശണ മാമ, ഇപ്പൊ മതില് പൂശണ്ട. ഓ സപ്പോർട്ട കയറ്റിയിരുന്ന ഇവിടെ നമ്മൂട്ടല്ലേ? ഇല്ല, വാങ്ങിച്ചോണ്ട് വരണോ? എന്നാ വാങ്ങിച്ചിട്ട് വാ. ചേച്ചി ഞാൻ ബദാം മിൽക്കല്ലേ പറഞ്ഞത്. ബദാമ കിട്ടിയില്ല ബാബു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ പണിയൂലേ? അതായിരിക്കും നല്ലത്. അറിയാല്ല, ഞാൻ പണി ചെയ്തില്ലെങ്കിൽ ശമ്പളം വാങ്ങിക്കും. ഞാൻ ബാത്റൂമിൽ പോട്ടെ. ബാത്റൂം ശരിയാക്കാൻ പോണതായിരിക്കും. ബാബു ആ ഫ്ലഷ് കൂടെ ഒന്ന് ശരിയാക്കണേ. ഫ്ലഷ് ഇല്ലേ? നിങ്ങൾ 2 ബക്കറ്റിൽ വെള്ളം കോരിക്കൊണ്ട് വന്നാണി. മോട്ട ചായ ഇട്ട് വയറും പോയി. അതിനായിരുന്നു കുനുമേ കുരുവായല്ലേ ഇത്. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യണം. ഇതിന്റെ അകത്ത് വെച്ചാ അകത്ത് കയറിപ്പോയി. പുറത്തൊട്ടിച്ചു വെച്ചാലോ? വെള്ളം ഏത് വഴി വരും? ഷോ, ഇത് വല്ലാത്ത കഷ്ടമായി പോയല്ല. ഒരു കാര്യം ചെയ്ത് രണ്ടും കൂടെ വെൽഡ് ചെയ്താല. ഡേ ബാബു, ഈ 2 PVC പൈപ്പ് കുത്തിക്കയറ്റാൻ തുടങ്ങിയിട്ട് കുറെ നേരമായില്ല. എന്റെ അണ്ണ, ഇതിന്റെ അകത്ത് കറക്റ്റ് കയറ്റിയാലേ ലീക്ക് ഇല്ലാതെ വെള്ളം പോവോളും. കള്ളപ്പണിയെ ബാബു ചെയ്യാറില്ല. കണ്ടപ്പോഴേ മനസ്സിലായി കള്ളപ്പണി അല്ല. 2 ഇഞ്ച് പൈപ്പിന്റെ 1/2 ഇഞ്ച് പൈപ്പ് കുത്തിക്കയറ്റാൻ നോക്കണം. ഷോ, ഇതിപ്പോ ഞാൻ എന്താണ് ഫിറ്റ് ചെയ്ത് വെച്ചേക്കണ? ഇതിൽ ഏതിലെ കൂടെയാണ് വെള്ളം വരണത്? വെള്ളം വരണില്ല. സിമന്റിനൊക്കെ ഒരുപാട് പൈസ ആവൂല അണ്ണ, അതില്ലാതെ തേച്ച് തരാം. മുകളിലത്തെ കള്ളപ്പണി കഴിഞ്ഞ് ഇനി താഴെ പോയി കള്ളപ്പണി എടുക്കാം. ആ തേങ്ങ കൂട്ടിയിട്ടേക്കാം. വൈകുന്നേരം ചമ്മന്തി അരയ്ക്കാം. ബാബു പണിതോണ്ടിരിക്കണേ ചേച്ചി, പണിതോണ്ടിരിക്കണേ. ചേച്ചി ഇന്നത്തെ പണി കഴിഞ്ഞേ? നീ എന്തിനാ പണി ചെയ്ത്? ഇന്നത്തെ പണി എന്ന് പറയുമ്പോഴേക്കും PVC പൈപ്പ് 2 വെൽഡ് ചെയ്ത് വെച്ച് 2 ആണി ചുമറിൽ അടിച്ചും കെട്ടി. ധാരാളം. എങ്കിൽ പിന്നെ ഞാൻ അടുത്ത ആഴ്ച വരാം. അത് നാളെ വരാത്ത? ഇത്രയും പണിയൊക്കെ ചെയ്തല്ലേ ചേച്ചി, റെസ്റ്റ് ഒക്കെ വേണ്ടേ? അപ്പൊ ശരി. ജലജേ, പണിക്കാരൻ എങ്ങനെ ഉണ്ട്?
ഗുരുവേ നമിച്ച് നിങ്ങൾ തന്നെ ഈ വീടിന് പണി ചെയ്താ മതി. ജിത്തു ആന്റിന്റെ സ്പെല്ലർ യോ പറഞ്ഞു തീർന്നില്ല, അതിനുമ്പ് സ്പാനർ എടുത്തോണ്ട് ഓടേണ്.